അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് നമ്മളൊരു ക്ലീനിങ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. കുക്കിങ്ങോ റെസിപ്പിയോ കഴിക്കലോ ഒന്നുമില്ല, ഓൺലി ക്ലീനിങ് മാത്രം. ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടൊന്ന് നമുക്ക് എപ്പോഴും ഒരു നീറ്റായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഡെയിലി ഒരു 1 hour അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറൊക്കെ നമ്മൾ ഓരോ സ്പേസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ മാറ്റി വെച്ചാലും നമുക്കത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു റൂമാണ് ഒരു ദിവസം ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ റൂമിൻ്റെ പകുതിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, പിന്നെ പകുതി പിറ്റേ ദിവസം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു റൂം മൊത്തം ക്ലീൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹെവി ആകില്ല, നമ്മുടെ വീട് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയിൽ നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ അലങ്കോലമായിട്ട് കിടക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി വർഷം മുന്നേ ഉള്ള വീടാണ്, എന്നാലും നമ്മൾ ഇടയ്ക്ക് നന്നായിട്ട് ചേച്ചിമാരെ വിളിച്ചിട്ടും ക്ലീൻ ആക്കാറുണ്ട്. ഞാനും ഇടയ്ക്ക് ക്ലീൻ ആക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാറുണ്ട്, കുഴപ്പമില്ലാണ്ട്. ഓക്കെ. പിന്നെ കുട്ടികളുടെ റൂമിലാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിള്ളേർ ഇന്ന് റിഹാൻക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല, എക്സാം തുടങ്ങിയല്ലോ. അവനക്ക് ചൊവ്വാഴ്ച മുതലാണ് എക്സാം തുടങ്ങുന്നത്, തിങ്കളാഴ്ച സ്കൂൾ ഉണ്ടായിരുന്നില്ല. അയൻകുട്ടിക്ക് സ്കൂളുണ്ട്. അപ്പം ഞാൻ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ അവിടെ റെഡിയാക്കി വെച്ച ശേഷമാണ് പിള്ളേരുടെ റൂമിലോട്ട് വരുന്നത് കേട്ടോ. നമുക്കിനി ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്യാൻ. ഞാൻ കബോർഡ് ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല, പകരം കർട്ടൻ എടുക്കുന്നുണ്ട്, ജനലൊക്കെ ഒന്ന് തുടക്കുന്നുണ്ട്, വാതിലും തുടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. മാറാലിയും തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ടിലിൻ്റെ അടിയിലും ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട്. ഈ കബോർഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ എടുക്കും അത് ക്ലീൻ ചെയ്യണമെങ്കിൽ. അതിന്ന് ഓരോന്നായിട്ട് എടുത്ത് തുടച്ച് തിരിച്ചു വെച്ച് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ വേഗം ചെയ്യാണ്. മാറാലേക്കൊന്ന് തട്ടിയെടുത്ത് അതിന് ശേഷം ജനലിൻ്റെ അവിടെയുള്ള മാറാലേക്ക് തട്ടിയെടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ മാറ്റണം കേട്ടോ. അപ്പോൾ എല്ലാ പൊടി തട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ബെഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൊടികൾ വീഴുമല്ലോ. പിന്നെ നിങ്ങളുടെ വിശേഷം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നലെ നമ്മുടെ ഒരുപാട് പേര് നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുണ്ട്, ഇനിയും കാണാത്ത കുറേ പേരുണ്ട്. ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ കാണാത്ത സപ്പോർട്ട് എന്താണ് സംസാരിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇടയ്ക്ക് സബ്ജക്റ്റ് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടുവിടാം അല്ലേ. നമ്മുടെ ഈ ഒരു ജനൽ ഏരിയയൊക്കെ കമ്പിയൊക്കെ കണ്ടോ നിങ്ങൾ? അതൊരു പഴയ മോഡലാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ പിന്നെ ഈസി ആയിട്ട് ഒക്കെ എന്താ പറയുക, ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ള വീടുകളാണല്ലോ അധികം എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഞാനും എനിക്ക് അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ മോഡുലാർ കിച്ചണൊക്കെ ഭയങ്കര പ്രയാസമുണ്ട് ക്ലീൻ ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ ഉള്ളത് വെച്ചാൽ, അത് പ്രയാസമുണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ എനിക്കും അതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്യാമല്ലോ. എന്നാൽ ഏതാണെന്നൊന്നും അറിയില്ല, പ്ലാനിങ് ഒക്കെ നടക്കട്ടെ അല്ലേ. അപ്പോൾ ഇക്കാൻ്റെ കോട്ടാണ് ഇത്. ഞാൻ ഈ ഒരു കവറിൽ വെക്കാറ് കേട്ടോ. കവറല്ല, കോട്ട് വെക്കുന്ന ഒരു ബാഗാണ്. അപ്പോൾ ഇക്ക എന്തിനോ വേണ്ടി എടുത്തപ്പോൾ അങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. പൊടി പെട്ടെന്നാവും ചെയ്യും കേട്ടോ. മൂപ്പര് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോട്ടാണ്. പിന്നെ അതേപോലെ ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കാറാണ് കേട്ടോ ഒരുപാട് അഴുക്കാകുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി വെച്ചിട്ട് സിബ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ചുരുണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വെച്ചിട്ടാണ്, ഇനി കുറച്ച് ദിവസം തൂക്കി വെക്കുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് പൊടിയൊന്നും കയറില്ല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ ഞാൻ ഉടനെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ടുള്ള മെസ്സേജൊക്കെ ആകുമ്പോൾ നമ്മൾ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കും കേട്ടോ. പിന്നെ എല്ലാവരുടെയും പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് വാഷിങ്ങിന് കൊണ്ടുപോയി ഇടണം. ഈ റൂമിലത്തെ കർട്ടനും അതുപോലെ ബെഡ്ഷീറ്റും
ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വാഷിങ്ങിന് കൊണ്ടുപോയിടുക. പിന്നെ ഈ പില്ലോ ഒക്കെ തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ വർക്കും ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ടൈപ്പിംഗ് ഞാൻ ഭയങ്കര കുറവാണ്. വേഗം വോയിസ് ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സമയം പോകുമല്ലോ. അപ്പോൾ ഞാൻ വേഗം വോയിസ് അയക്കാറുണ്ട്. പിന്നെ ഷോളിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. 299 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എൻ്റെ പാർട്ണർ അങ്ങനെ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ജിനി ഷീറ്റ് വിരിക്കുന്നില്ലേ? ഷീറ്റ് വിരിക്കാം മുത്തേ, ഷീറ്റ് വിരിച്ച അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുമല്ലോ. എന്തായാലും ഞാൻ വിരിക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടാട്ടോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് കുറെ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഹൈപ്പ് കൊടുക്കണേ, ലൈക്ക് കൊടുക്കണേ. കടലക്കറി കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട് എന്ന്. താങ്ക് യു സോ മച്ച്. അത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എനിക്ക് വറുത്തരച്ച കറികൾ പൊതുവെ ഇഷ്ടമാണ്. അങ്ങനെ ആ റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കർട്ടനുകൾ ഞാൻ ആദ്യം വാഷിങ്ങിന് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. അതിനുശേഷം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടും. ചെറിയ ഇതുപോലെ കുറച്ച് വാഷ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, 30 മിനിറ്റിന്റെ വാഷിംഗ് ആണ് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. ഇതിൽ ഒരുപാട് ചളി ഉണ്ടാവില്ല, പൊടി ഉണ്ടാവും. പൊടി പിന്നെ ആ സമയം കൊണ്ട് തന്നെ പോകുമല്ലോ. വീഡിയോ ഇട്ടാൽ ഞാൻ കാണും മുഴുവനും തന്നെ. എനിക്കിഷ്ടമാണ് ജിനയുടെ വീഡിയോ കാണാൻ. കാര്യമായിട്ട് കാണുന്ന ചാനലാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ബീഫിൽ തേങ്ങാക്കൊത്ത് കൂടി ഇട്ടാൽ അടിപൊളിയായേനെ. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത് ഇടുന്ന ബീഫ്. പിന്നെ അന്ന് തേങ്ങ അതിന് വേണ്ടി പൊളിക്കൊക്കെ വേണം. അപ്പം പിന്നെ ഞാനൊരു മടി കാണിച്ചു. പിന്നെ മക്കൾ ബെഡ് വിരിച്ചാൽ ഞാനും വീണ്ടും വിരിക്കും. ഈ സ്വഭാവം ഏറെക്കുറെ എല്ലാവർക്കും ഉണ്ട് അല്ലേ. ഞാൻ ജനൽ ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്തു നിന്നും ഉള്ളിൽ തന്നെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണ്. ഒത്തിരി പൊടിയൊന്നുമില്ല, കാരണം ഞാൻ എല്ലാ ആഴ്ചയിലും ജനൽ തട്ടാറുണ്ട്, ഇങ്ങനെ ചൂല് വെച്ചിട്ട് തട്ടാറുണ്ട്. അതുകൊണ്ട് പൊടികൾ ഒരുപാടില്ല, മാറാല് ഒരുപാടില്ല. എന്നാലും ഉള്ളതിനെ ഒന്ന് നമ്മൾ എന്തായാലും കർട്ടൻ എടുത്തേക്കുമല്ലേ, അപ്പോൾ ഉള്ളതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ കർട്ടനിൽ പെട്ടെന്ന് പൊടി വരും കേട്ടോ. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്ന കർട്ടനിൽ പൊടി വരാറില്ല. വാതിലിന്റെ അവിടത്തൊന്നും പൊടി വരില്ല. ജനലിന്റെ അവിടെ ഞാൻ എപ്പോഴൊന്നും നമ്മളിങ്ങനെ ഇളക്കൊന്നുമില്ലല്ലോ, അപ്പം അതിൽ പെട്ടെന്ന് പൊടി പിടിക്കാറുണ്ട്. പിന്നെ മൊബൈലിൽ ഏത് ഫിലിമാണ് കാണുന്നത്, പാണ്ടിപ്പട ഫിലിമാണോന്ന്, അങ്ങനെ ഇന്ന ഫിലിമൊന്നൊന്നുമില്ല. ഓരോ ക്ലിപ്പുകൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടു ഇതാക്കും. കാരണം ഇപ്പം എൻ്റെ ഒരു ഹോബി പാട്ടും കേൾക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ഫിലിമും കാണും. നമ്മുടെ കിച്ചണിൽ ഓരോ വർക്ക് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ നമുക്കൊരു മാതിരി ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാതെ നമുക്ക് വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. പിന്നെ വാതിലിൻ്റെ അവിടെയും തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഈ തുണി വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കാണാനിട്ട് ഞാൻ എല്ലാവിടെയും ഈ ഒരു അഴുക്ക് തുണി വെച്ചിട്ട് തന്നെയാണോ തുടച്ച് എന്നുള്ളത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാനത് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, ഈ ഒരു ഏരിയ ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ FBയിൽ നമ്മുടെ ആൾക്കാർ ഒത്തിരി കമൻസ് ഇട്ടിട്ട് കുറേ ഹാർട്ടും അതും ഇതും അങ്ങനെ ആയിട്ട് കുറേ ഇട്ടിട്ടുണ്ട് ബ്ലൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ഹാർട്ട് ഇട്ട് കമൻറ്റ് ചെയ്യുക. ജിനിയുടെ വീഡിയോ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ഒരു സംഭവം വെള്ളം കൊണ്ട് തുടക്കാൻ പാടില്ല, പക്ഷേ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് പൊടി പോണ്ടേന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ കണ്ണാടി ഒന്ന് ഇതുകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് തുടച്ചിട്ട് ഞാൻ ഈ ഒരു ടിഷ്യൂ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്. അപ്പം നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ തുടച്ചെടുത്താൽ മതി. അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ തുടച്ചു. നമ്മൾ ആ ഒരു കബോർഡ് തുറന്ന് തുടക്കണേ കുറച്ചധികം പാടാണ് കേട്ടോ. പിന്നെ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കാം. നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ക്ലിയർ ആവും കണ്ണാടി. നല്ല പോലെ ഡീറ്റെയിൽ ആയിട്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ല പോലെ. ചെറിയൊരു പാടം അവിടെ ഉണ്ട്, അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ കുട്ടികളുടെ ഈ റൂമും കൂടെ തുടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. ക്ലീൻ ചെയ്തിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ പോയിരിക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫൈ ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കുണ്ട്. ഇവിടെ പിന്നെ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര ചെയ്താലും അങ്ങോട്ട് കാണൂല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ചിലവിടെ സാധനങ്ങൾ കമ്മിയാകുമ്പോൾ ക്ലീൻ ചെയ്യാനും ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും അവിടെ ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവുകയും ചെയ്യും.
പിന്നെ വേഗം പോയി സിറ്റ് ഔട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. വേഗത ഞാൻ എല്ലാവിടെയും ഒന്ന് മാറാലൊക്കെ തട്ടി എടുക്കുന്നുണ്ട്, ഈ ഭാഗത്തെ കാർ പോർച്ചിലും ഒക്കെ. അപ്പോൾ എന്നോട് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ വ്ളോഗിൽ എനിക്ക് തൈറോയിഡ് ഉണ്ട്, പീരിയഡ്സിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മൃദുല എന്നാണ് പേര്, അവളുടെ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. തൈറോയിഡ്, PCOD ഇങ്ങനെയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് അവൾക്ക്. ഒറ്റപ്പാലത്താണ് കേട്ടോ വീട് വരുന്നത്. അപ്പോൾ ആള് ആയുർവേദ ഡോക്ടറാണ്, ഞാൻ വീണ്ടും പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ജസ്റ്റ് വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ വഴിയെ പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ഇതാ ഞാൻ ഈ ഒരു ഭാഗത്ത് വന്ന് ഈ കർട്ടൻ ഒന്ന് അഴിക്കാൻ വേണ്ടി പെട്ട പാട് കിട്ടുന്നില്ല, ഭയങ്കര പാട്. എന്നിട്ട് മോനെ വിളിച്ചു. മോന് വലിയ ജിമ്മനൊക്കെ അല്ലേ, വിളിച്ച അവനക്ക് കിട്ടുന്നില്ല കേട്ടോ. ഞാനിതാ കൂട്ടിലിട്ട മെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട കൊണ്ട് കുത്തി നോക്കുന്നു, അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു, കിട്ടുന്നില്ല. അവസാനം ഞാൻ തന്നെ എടുത്തു, അത് വേറെ കാര്യം. അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ, എവിടെ തുടങ്ങുന്നു അവിടെ തന്നെ അങ്ങ് അവസാനിക്കും. അതായത് ഞാൻ തുടങ്ങി ഞാൻ തന്നെ അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മോനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ജനലൊക്കെ ഒന്ന് തുറന്ന് നമ്മൾ ഇവിടുത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടുകയാണ്. ടിവിയുടെ ബാക്കിലും കുറച്ചധികം പൊടിയുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പൊടിയായിരിക്കും 3-4 മാസത്തിന്. എവിടെ നോക്കിയാലും പൊടിയായിരിക്കും, എപ്പോൾ തട്ടിയാലും പൊടിയായിരിക്കും. വല്ലാത്തൊരവസ്ഥയാണ്. അല്ല അത് വീടിനെക്കാട്ടിലും വലിയ മതിലൊക്കെ കെട്ടിയാൽ ശരിയാവുമോ? അത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ വേഗം ഞാൻ ഈ ഭാഗത്തെ പൊടി തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ തുണി വെച്ചിട്ട്, നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് ഒന്ന് ക്ലിയർ ആയി കിട്ടും കേട്ടോ. അപ്പോൾ സിറ്റൗട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം അടിച്ചു വാരിയതാണ്. പിന്നെ പൊടിയൊക്കെ തട്ടിയപ്പോൾ വീണ്ടും മണ്ണും കാര്യങ്ങളൊക്കെ ആയി, പൊടിയും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ വേഗം ഈ ഒരു ഭാഗം കൂടെ ഒന്ന് അടിച്ചു വാരി. പിന്നെ നമുക്ക് ഈ സെറ്റിൽ വിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കഴുകാൻ വേണ്ടി എടുക്കണം. ഇത് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്നാ വിരിക്കാന്ന് എനിക്കറിയില്ല, മേടിച്ചിട്ടുണ്ട്, വിരിക്കണം. ഓക്കെ. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു. കർട്ടനൊക്കെ വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. സെയിം കർട്ടൻ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വേറെ ഒരു ക്ലോത്തിന്റെ കർട്ടൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുതിയ കർട്ടൻ മേടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെയൊക്കെ അങ്ങ് മാറ്റി. പക്ഷെ ഉണ്ടല്ലോ അതായിരുന്നു നല്ലത് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. അതൊക്കെ നമ്മള് പലതിനും കീറിയിട്ടും അങ്ങനെ ചപ്പയാക്കാനും ഒക്കെ എടുത്തിട്ട് അത് നല്ല പ്യുവർ കോട്ടൺ ആയിരുന്നു. ഇതിപ്പോ ഉണ്ടല്ലോ ഒരു സുഖമില്ലാത്ത കർട്ടനാ. പിന്നെ നമ്മള് ശരി കുറച്ചും കൂടെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കുമല്ലോ, അതുപോലെ വിചാരിച്ചതാ. ഇനി മേടിക്കണം, വേറെ പുതിയതൊന്ന് മേടിക്കണം. പക്ഷെ അത് നല്ല കോട്ടൺ തന്നെ മേടിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട പെട്ടെന്ന് കേടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ മെഷീനിലേ ഇടുള്ളൂ, അല്ലാത്ത വാഷ് എന്നെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതാ വേഗം ഇവിടേക്ക് ഒന്ന് സമയം എത്രയും നോക്കിയതാട്ടോ. ഞാനതിങ്ങനെ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ വീട് മൊത്തം ക്ലോക്ക് ഉണ്ട് എന്നുള്ളത് അറിയാലോ. പണ്ട് ആരോ നിങ്ങളുടെ വീട്ടിലോട്ട് കയറുമ്പോ അങ്ങനെ നമ്പൂതിരിമാരുടെ വീട്ടിൽ കയറുന്ന പോലെ ഉണ്ട്, ഫുള്ള് ക്ലോക്കും കലണ്ടറും ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഈ എയർഫോഴ്സിന്റെ ചുറ്റുപാട്ടില്, എയർഫോഴ്സ് ആയിരുന്നല്ലോ അപ്പൊ ആ ഒരു ഇതായിരിക്കാം മേ ബി. അവരുടെയൊക്കെ വീട്ടില് ഞാൻ കണ്ട പട്ടാളക്കാരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. വീടിനെക്കാട്ടിലും കുറെ സാധനങ്ങൾ ഉണ്ടാവും, കുറെ നൊസ്റ്റു സാധനങ്ങൾ ഉണ്ടാകും. അവരുടെ ജോബ് സമയത്തുള്ള കുറെ സാധനം ഉണ്ടാവും. എന്നിട്ടും വാപ്പാക്ക് കിട്ടിയ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇങ്ങനെ ഈ ഷോൾഡറിൽ വെക്കുന്ന സംഭവമല്ലേ, ഓരോരോ എന്താ ഇതിന് പറയാ, ആ സംഭവങ്ങളൊക്കെ പെട്ടിയിൽ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് അതിനൊക്കെ എടുത്ത് ഷോക്കേസിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര അടിപൊളി സംഭവമല്ലേ. അപ്പോൾ അതിനൊക്കെ എടുത്ത് ഞാൻ ഷോക്കേസിൽ വെച്ചു. പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ഇതാക്കി, വെള്ളം പറഞ്ഞടിച്ചൊന്നും വാരിയില്ല, തുടച്ചെടുത്തിട്ട് നമ്മുടെ ചവിട്ടി അങ്ങോട്ട് ഇട്ടു. ഇനി ചവിട്ടിന്റെ മേലൊന്ന് തുടക്കുക. ശരിക്കും പറഞ്ഞാൽ ചവിട്ടിയില് മണ്ണായി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആ തിട്ടൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. ചവിട്ടിന്റെ മേലെയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ ചോദിച്ചാൽ അന്നന്ന് ചളി പോകുമെന്ന് വിചാരിച്ചിട്ട് തുടക്കുന്നതാണ്.
പോകുന്നുണ്ടോ എന്ന് പഠിച്ച തമ്പുരാനെ അറിയുള്ളൂ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ ഫ്രണ്ട് ഏരിയയിൽ കുറച്ചധികം ചപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും വേഗം അടിച്ചു വാരി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സമയത്തായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചൂലെടുത്തത്. കാരണം ഉണ്ടല്ലോ, മുറ്റടിക്കണ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എത്തി നോക്കുമ്പോഴേക്ക് ഇപ്പൊ നേരം വെളുത്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കും. കാരണം 10:30 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സൗണ്ട് ഇല്ലാത്ത ചൂലെടുത്തിട്ടോ. നിങ്ങൾ ചെയ്യലുണ്ടോ ഇങ്ങനത്തെ? ഞാൻ ഒരുപാട് വൈകി കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇങ്ങനത്തെ ഐഡിയകൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ റോട്ടിൽ കൂടെ പോകണവരൊക്കെ ഇങ്ങനെ എത്തി നോക്കും, ഇവൾക്ക് ഇപ്പൊ നേരം വെളുത്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കും. ചെയ്യുന്നുണ്ടാവുമായിരിക്കും അവര്. പിന്നെ ബാക്കിയുള്ളവര് വിചാരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗം ഞാൻ ആ ഗേറ്റിന് അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. നമ്മുടെ കയറി വരുന്ന ഈ ഭാഗത്ത് മാത്രം പൊടിയും കുറച്ച് ഇല ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു. അതിനുശേഷം നമ്മുടെ ഷൂ റാക്കിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ജനലിന്റെ മേലക്കൊന്നും കയറാൻ എനിക്ക് പേടിയാണ്, ഞാൻ കയറിയിട്ടില്ല. അതായത് പണ്ട് ഞാൻ ഈ മേലക്കൊക്കെ എത്തിപ്പിടിച്ച് കയറി അവിടെയൊക്കെ തുടക്കായിരുന്നു. ഇപ്പൊ പേടിയാട്ടോ, ഏജും ആയി, തടിയും വെച്ച് ഒക്കെ ആയി. പിന്നെ നമ്മൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഷൂറാക്ക് പിന്നെ എനിക്ക് എത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വേഗം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തും ജസ്റ്റ് ഒന്ന് തുടച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാപ്പാന്റെ റൂമിന്റെയും ഏറ്റവും ക്ലീൻ ചെയ്യാനുണ്ടാവുക ജനലിന്റെ ഏരിയ ആണ് അല്ലെ. ഇവിടെ പിന്നെ ഉപ്പ വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഉപ്പാക്ക് കയ്യെത്തും ദൂരത്ത് കുറേ സാധനങ്ങൾ വേണം കിട്ടാന്. ഇല്ലെങ്കിൽ അതെവിടെ ഇതെവിടെ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ. ഉപ്പാക്ക് ആവശ്യമുള്ള ഉപ്പ തന്നെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഉപ്പാന്റെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വേഗം ഒന്ന് അവിടേക്കൊന്ന് പൊടി തട്ടി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കർട്ടനെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പൊടി തട്ടി തുടച്ചു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഒരു ഓർമ്മ വന്നത്. എന്താണെന്നറിയോ, ഞാൻ മാറാല തട്ടിയില്ലാന്ന്. പക്ഷെ നോക്കുമ്പോൾ അത്ര മാറാല ഒട്ടുമില്ല. ജസ്റ്റ് ഒന്ന് എന്നാലും ഒന്ന് തട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതാക്കി ഡ്രസ്സിങ് ടേബിളിന്റെ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഇതൊക്കെ ഒരുപാട് വർഷം മുന്നത്തെ ഡ്രസ്സിങ് ടേബിളാണ് കേട്ടോ. പിന്നെ എനിക്കും ഉണ്ടായിരുന്നു, അത് പിന്നെ കേട് വന്നു. ഞാൻ അതിനെ കൊണ്ട് പുറത്ത് വെച്ചു കേട്ടോ. പുറത്ത് വെച്ചാൽ പിന്നെ ഒന്നുകൂടി വേഗം കേട് വരുമല്ലോ. അങ്ങനെ വാതിലിൻ്റെ അവിടുത്തെ കർട്ടനൊക്കെ എടുത്ത് കർട്ടൻ വെക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്നാണ് ഓർമ്മ വന്നത്, അയ്യോ ഇവിടെ മാറാല തട്ടിയില്ലാന്ന്. അപ്പൊ നോക്കുമ്പോൾ വലിയ മാറാലൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കൊണ്ടുപോയിട്ടോ. ഈ മാറാലിന്റെ ചൂലിങ്ങനെ അത്ര വലിയതല്ല, ഒന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ബെഡ്ഷീറ്റ് എടുത്തില്ല, ഇന്നലെ മിന്നാന്നാണ് മാറ്റിയത്. ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ അങ്ങോട്ടൊക്കെ പൊടിയാവാണ്ട് നോക്കിയിട്ടുണ്ട് മാറാല തട്ടിയപ്പോൾ. പിന്നെ ഈ അലമാറയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നു. അതേപോലെ നമ്മൾ ദോശമാവിന്റെ ബാറ്റർ ഉണ്ടാക്കിയപ്പം അതില് എങ്ങനെ എന്തെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. നമ്മൾ എത്ര വീഡിയോ കാണിച്ചാലും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. 4 കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന്, ചെറിയൊരു ഇത്തിരി ഉലുവ, പിന്നെ നമ്മൾ 6 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അരയ്ക്കാൻ നേരത്ത് ചോറ് കൂട്ടി അരയ്ക്കണം. അതായത് നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 ഭാഗം എടുക്കുകയാണെങ്കിൽ ഒരു കയ്യിൽ നമ്മൾ ചോറ് വിളമ്പണ ഒരു കയ്യിലില്ലേ, ആ ഒരു കയ്യിലിന് നിറച്ച് ചോറ് എടുക്കുക കേട്ടോ. അതിട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും, സോഫ്റ്റായിട്ട് ചുട്ടെടുത്ത സോഫ്റ്റും ഉണ്ടാവും. ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ആയിട്ട് വരും. ഉഴുന്നാണ് നമ്മളെപ്പോഴും, ഉഴുന്ന് കുറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഒട്ടും ശരിയാവില്ല കേട്ടോ. അപ്പൊ ഉഴുന്ന് കറക്റ്റ് മെഷർമെന്റിൽ തന്നെ എടുക്കുക. കൂടിപ്പോയാലും പ്രശ്നമാണ്, അതുകൊണ്ട് ചോറ് കൂടിയാലും പ്രശ്നമാണ് കേട്ടോ. ഇത് 3ഉം കൂടെ ഒരു റേഷ്യോയിൽ എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് നമുക്ക് അടിപൊളി ദോശ കിട്ടുന്നത്. അങ്ങനെ വേഗം ഞാൻ ഉമ്മാന്റെ റൂം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ വാതിലിന്റെ അവിടുത്തെ പൊടി നമ്മൾ വാതിൽ തുടച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതും കൂടെ ഒന്ന് തുടക്കാന്ന് വിചാരിച്ചിട്ടോ. ഇതെല്ലാം അവിടെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഇതിനെന്താ പറയാ, കട്ട്ലയും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നത്. കട്ട്ല പറഞ്ഞൊരു മീനല്ലേ. പിന്നെ ഈ കവറിൽ ഉപ്പാന്റെ ടൂൾസ് ആട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ?
ഉപ്പാർക്ക് ഇങ്ങനെ ടൂൾസ് ഉള്ളത് എല്ലാ വീട്ടിലും കാണും അല്ലേ? ഞാൻ ഓൾമോസ്റ്റ് കണ്ട എല്ലാ വീട്ടിലും ഉണ്ട്. അവർക്കൊരു ബാഗ് ഉണ്ടാവും, അതിൽ അവരുടെ ടൂൾസ് ഉണ്ടാവും. കുറേ റിപ്പയറും സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അല്ലേ? അത് റിട്ടയർമെന്റ് ലൈഫിൽ അവർ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇതിപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കുറവാണ്. എന്നാലും ആൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ വേഗം അവിടെയൊക്കെ തുടച്ച് ഞാൻ ഈ റൂമത്തെ കർട്ടനും ഒക്കെ എടുത്തതൊക്കെ വാഷിങ്ങിന് കൊണ്ടുപോയി ഇട്ടു കേട്ടോ. വാഷ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ കൊണ്ടുവന്നിട്ടത്. അന്നൊരിക്കൽ ഇങ്ങനെ ക്ലീനിങ് വ്ലോഗ് ഇട്ടപ്പോഴേ വാഷ് ചെയ്തതും ഉണക്കിയതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് പറയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പല ആൾക്കാരുടെ വിചാരം ഞാൻ എടുത്ത ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് പൊടിയായത് ഞാൻ അപ്പൊ തന്നെ ഇടുകയാണ് എന്നാണ് എല്ലാവരുടെയും വിചാരം. ഒന്നല്ല, നമ്മളിവിടെ നല്ല കാറ്റും ഉണ്ട് വെയിലും ഉണ്ട് അപ്പോൾ നല്ലപോലെ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാനും പറ്റും. ഞാനിപ്പോ എൻ്റെ ഈ ക്ലീനിങ് ഒക്കെ കഴിയുമ്പത്തിന് 4-5 വാഷും കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഉണങ്ങും ചെയ്തിട്ടുണ്ടാവും കേട്ടോ. 30 മിനിറ്റിന്റെ വാഷല്ലേ ചെയ്യുന്നത്. പിന്നെ റൂമിലത്തെ മാറാലും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കുന്നുണ്ട്. ബെഡിത്തെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ടില്ല. ഫാനും ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കും കേട്ടോ, അല്ലെങ്കിൽ അതിൽ നല്ല പൊടി ഉണ്ടാവും. അപ്പൊ അതും വേഗം ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബെഡിലുള്ള എല്ലാ കാര്യങ്ങളും എടുക്കണം. ബെഡും നന്നായിട്ടൊന്ന് തട്ടി കുടഞ്ഞെടുക്കണം. പിന്നെന്താ, എൻ്റെ ബെഡൊന്നും തൂക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. ബെഡും കട്ടിലും ഭയങ്കര വെയിറ്റ് ആണ്. അങ്ങനെ ബൾബിൽ നിന്ന് ഒരു സാധനം പുറത്ത് താഴേക്ക് വീണപ്പോൾ അതിനെ ഒന്ന് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ബൾബിലൊക്കെ തൊടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ ആ ഒരു പേടിയൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് ബെഡിത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ബെഡും കുടഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പൊടിയുണ്ട്. അയ്യോ, ഒന്ന് എനിക്ക് എന്തായാലും ജലദോഷം വരും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കുടയണത്. ജലദോഷം വന്നില്ലെങ്കിൽ ഒരു 3-4 തുമ്മലെങ്കിലും എന്തായാലും ഉണ്ടാവും. അങ്ങനെ ജനലിന്റെ ഇവിടത്തേക്ക് പൊടികളൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നും വീടിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഇതുപോലെ ഡീപ് ക്ലീൻ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ല, നിങ്ങൾ മാസത്തിൽ ഒരിക്കലാണ് ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യാറ്, അല്ലാത്ത ദിവസങ്ങളിൽ സിമ്പിളായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പോവാണ് എന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ബാത്റൂം ആ സൈഡിലാണ്, അവിടേക്ക് ഒന്ന് തുടച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഡോറും ഒന്ന് തുടച്ചിട്ടുണ്ട്. കട്ടില ഡോറിന്റെ ബാക്കും ഒക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാർട്ടി ഉള്ളൂ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഓഫാക്കിയിട്ട് വീണ്ടും ഞാൻ തുടക്കാറുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത്രേ തുടച്ചുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ റൂം ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരാണ്ട്. ഇന്ന് റൂം ഈവനിങ് ഞാൻ തുണികൾ ഫുള്ള് വലിച്ചിട്ടിട്ട് എല്ലാം മടക്കി ഒതുക്കി വെച്ചപ്പോണ്ടല്ലോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഈ കട്ടിലിൻ്റെ അടിയിൽ 2 അറകളുണ്ട്. ആ 2 അറകളിൽ ഫുള്ള് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ അലമാറയിലൊന്നും ഡ്രസ്സ് വെച്ചിട്ടില്ല. പിന്നെ ചുമരിലുള്ളതിൽ ഫുള്ള് കുട്ടികളുടെ ഡ്രസ്സ്, അലമാറ മൊത്തം ഇക്കാൻ്റെ ഡ്രസ്സുമാണ് കേട്ടോ. ഇക്ക ഓഫീസിലൊക്കെ പോകേണ്ട കാരണം ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അതേപോലെ എൻ്റെ ഡ്രസ്സ് ഞാൻ പെട്ടിയിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിൽ തുറന്നിട്ട് ഞാനത് ഫുള്ള് ബെഡിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഇങ്ങനെ തല ഇറങ്ങി. മോൻ വന്നിട്ട് ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് കഴിച്ചു? ഞാൻ പറഞ്ഞു ഒക്കെ ഇതിൻ്റെ അടിയിലുണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഡ്രസ്സാ? അതെ, കാരണം ഷോളുകൾ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഷോളുകളിലൊക്കെ എന്ത് ചെയ്തു, എല്ലാം ഒരു ബാഗിലാക്കി. കാരണം എനിക്ക് ആവശ്യമുള്ള കളർ നോക്കുമ്പോൾ കാണാറില്ല, ഡ്രസ്സുകളുടെ ഇടയിൽ പെട്ടിട്ടേ ആകതായി. പിന്നെ ജിം വെയർ ഞാൻ വേറൊരു ബാഗിലും ആക്കി. ഇത് രണ്ടും കാരണം എനിക്ക് എൻ്റെ ഡെയിലി ഡ്രസ്സുകൾ കിട്ടാറില്ല മീൻസ് നമ്മൾ പെട്ടെന്ന് പോയി വേഗം കുളിച്ചിട്ട് വന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രസ്സുകൾ നോക്കാനൊന്നും ചിലപ്പോൾ എനിക്ക് സമയം കിട്ടൂല. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ കിട്ടണതിനെ വലിച്ചെടുത്തു കേട്ടോ. അതേപോലെ 2 തട്ടിലും ഒന്നിൽ പിന്നെ ഞാൻ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും വെച്ചു, ഒന്നിൽ വീട്ടിലിടാനുള്ള ഡ്രസ്സും വെച്ചു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇനിയിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ മാറാലിയും ഒക്കെ ഒന്ന് തട്ടിയെടുത്ത് ഈ ഒരു ഏരിയത്തെ ഗ്ലാസും തുടച്ച് വാഷ് ബേസിനും ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ ലിക്വിഡൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ സോൾട്ട് വാട്ടർ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതൊക്കെ
ഒക്കെ. ഇനി നമ്മൾ വീടൊക്കെ കെട്ടുമ്പോൾ ഫസ്റ്റ് ഞാൻ ഇക്കാനോട് ഞാൻ പറയാറ്, എനിക്ക് വെള്ളം ഫിൽട്ടർ ചെയ്യണ സംഭവം വേണമെന്ന്, മൊത്തത്തിൽ ഫിൽട്ടർ ചെയ്യണ സംഭവം വേണമെന്ന്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ശരിക്കും അത് ഭയങ്കര പ്രയാസമാകുമോ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പലവിടെയും കേട്ടിട്ടുണ്ട് വെള്ളം ശരിക്കും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് സോൾട്ട് വാട്ടറിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഇവിടേക്കൊന്ന് ഞാൻ വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുത്ത്, പിന്നെ കഴുകി ഉടനെ നല്ല ഷൈനിങ് ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു മാതിരി കളറായിരിക്കും കേട്ടോ. അങ്ങനെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പൊടികളൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. ഇന്ന് നമ്മളെ ക്ലീനിങ് പകുതി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതായത് 3 ബെഡ്റൂം, സിറ്റ് ഔട്ട്, ഹാള്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ച റൂമുണ്ട്, പിന്നെ സ്റ്റെയർ കേസ് ഉള്ള റൂമുണ്ട്, പിന്നെ കിച്ചണ്. കിച്ചൺ മതിയല്ലോ ഒരു ദിവസം ഫുൾ നമുക്ക് അതിൽ തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ പണ്ട് കിച്ചൺ മാത്രം ഒരു ദിവസമാണ് ക്ലീൻ ചെയ്യാറ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചും വേഗം റെഡിയാക്കി വെക്കും. ഒരു 10:30 ആകുമ്പത്തിന് രാവിലത്തെ പണിയും ഉച്ചക്കലത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. എന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് എൻ്റെ കിച്ചൺ കഴിയുള്ളൂ കേട്ടോ. അത്രയും പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് പഴയ പേപ്പറുകളൊക്കെ മാറ്റി പുതിയത് വിരിച്ച്. പക്ഷെ പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് ഒരു ചായയൊക്കെ വെക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പുതുമയുണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. അപ്പൊ കിച്ചണ് നിൽക്കണം. പെരുന്നാളിനൊക്കെ നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിന് ചേച്ചിമാരെ വിളിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി അത് ഉണക്കി അതിലോട്ട് വെക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലും വേറെ തന്നെയാണ്. ആ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും. മില്യൺ കണക്കിന് ഷോർട്ട് വീഡിയോ മില്യൺ കണക്കിന് വ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ കമൻറ്റ്സ്, എന്തിനാ ഇത്ര പാത്രം, എൻ്റെ വീട്ടിലും ഇത്രയുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്, ഇത്രയും പാത്രം എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ വീട്ടിൽ പകുതി പാത്രങ്ങളും ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട്, 2 തലമുറയ്ക്ക് യൂസ് ചെയ്യേണ്ട പാത്രങ്ങൾ ചിലപ്പോൾ ഇനിയും ഉണ്ടാകും. ഈ ഒരു ഏരിയയിലേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ വീടുകളിൽ പാത്രങ്ങൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. ചേച്ചിമാർ വരുമ്പോൾ ഇവിടെ മാത്രമല്ല കുട്ടി, എല്ലാം അവിടെ ഉണ്ട് പാത്രങ്ങൾ. നമ്മൾ പോകും, പെരുന്നാളാവുമ്പോൾ അതൊക്കെ വലിച്ചിടും, അതൊക്കെ കഴുകി കമഴ്ത്തി തുടച്ച് നമ്മൾ ചാക്കിൽ കെട്ടി വെക്കും. പിന്നെ നെക്സ്റ്റ് പെരുന്നാളിന് ഇതുപോലെ തന്നെ വരും. നനച്ചുളി പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടുണ്ടല്ലോ, അതിൽ ഫുൾ എടുക്കും, ക്ലീൻ ആക്കും. ഇത് അവർ പറയുമ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല അല്ലേ എന്ന് തോന്നും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഹാളിൽ ഞാൻ വേഗം അടിച്ചു വാരി എടുത്തിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കുകയാണ്. ഡോറിലൊക്കെ പഴയ പോലത്തെ ആ ഡിസൈനുകൾ റൗണ്ട് ഡിസൈനുള്ളതുകൊണ്ട് അതിലൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സമയം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 12:45 1 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ല. തലേ ദിവസത്തെ ഗീ റൈസ് കുറച്ച് ബാക്കിയുണ്ട്, പിന്നെ അതേപോലെ കുറച്ച് ബീഫും ബാക്കിയുണ്ട്, വേറെ ഒന്നും ബാക്കിയില്ല കേട്ടോ. അപ്പോൾ ഗീ റൈസ് കുട്ടികൾക്ക് കഴിക്കേണ്ട മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ചിക്കനൊക്കെ പിന്നെ ഞാൻ രാവിലെ മോൻക്ക് ആക്കി കൊടുത്തു കേട്ടോ. അവനക്ക് ഗീ റൈസും ചിക്കനുമാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ചോറും ചമ്മന്തി, മോരുകറി, മുട്ട, പപ്പടം പൊരിച്ചത് ഇങ്ങനെയൊക്കെ ആക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഈസി അല്ലേ അതാവുമ്പോൾ. മോര് കറി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചല്ല, അല്ലാണ്ട് ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു 1:30 ആകുമ്പത്തിന് നമ്മുടെ ഈ പരിപാടിയൊക്കെ തീർത്തിട്ട് തുടച്ച് കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ അതിന് നിൽക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റിഹാൻക്ക് ബീഫും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വൈഫൈ ഓഫാക്കിയിട്ടാണ് തുടച്ചത്. നനഞ്ഞതുകൊണ്ട് തുടക്കുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് താഴ്ചത്തെയും സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വേഗം തുടച്ചെടുത്തിട്ടുണ്ട്. ടീപ്പോയിൽ പെട്ടെന്ന് തന്നെ പൊടി വരും കേട്ടോ. കുറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അവിടെ പെട്ടെന്ന് പൊടി വരും. ഞാൻ ഈ സ്പീക്കറൊന്നും വെള്ളം തൊട്ട് തുടക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ്. എപ്പോഴാ എന്താ വരിക എന്ന് പഠിച്ച തമ്പുരാനേ അറിയത്തുള്ളൂ. പിന്നെ അങ്ങ് തുടച്ചു, പൊടികൾ വേഗം പോരാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരുടെയും തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി പോയി നോക്കുമ്പോഴത്തേക്കും കർട്ടനൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ കർട്ടനും അങ്ങ് എടുത്തിട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ റൂമത്തെ കർട്ടൻ മാത്രം വാഷിങ്ങിലാണ്, ബാക്കിയുള്ളതൊക്കെ വാഷ് കഴിഞ്ഞിട്ട് ഞാൻ
ഉമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നാലോ അഞ്ചോ വാഷ് ഉണ്ടായിരുന്നു ഒന്ന് എല്ലാം കൂടി. പിന്നെ ഇതാ ഓരോ ഭാഗത്തെ മാറ്റി മാറ്റി എടുത്തിട്ടുണ്ട്, ജനലിൽ വെക്കണത്, വാതിലുള്ളത് ഒക്കെ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ വീട്ടില് കർട്ടൻ ഇട്ടിട്ടില്ലെങ്കിൽ പ്രൈവസി എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം ജനലൊക്കെ ഉണ്ടല്ലോ, ലൈറ്റ് ഇട്ടാൽ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ജനലും ഗ്ലാസ്സും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരുടെയും കർട്ടൻ മസ്റ്റാണ്. പിന്നെ നമുക്കത് ശീലമായിപ്പോയി. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കർട്ടൻ ഒരു പ്രശ്നമല്ല. അവിടെ പിന്നെ അങ്ങനെ കണ്ടിട്ട് ശീലമായി, അവിടെ കർട്ടൻ ഇല്ല, പ്രൈവസിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ഗ്ലാസ്സുകൾ പറഞ്ഞാൽ രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടാൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാണാൻ പറ്റൂട്ടോ, അങ്ങനത്തെ ഗ്ലാസ്സുകളാണ്. അപ്പോൾ പിന്നെ പൊതുവേ ഭയങ്കര വെളിച്ചം. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ അത്യാവശ്യം വെളിച്ചം വേണം, അല്ലെങ്കിൽ എനിക്ക് അത്ര വെളിച്ചം വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്ന് വീടിന്റെ പകുതിയോളം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ബാക്കി ക്ലീനിങ് വ്ളോഗൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാ കാര്യങ്ങളും വേണം, ലൈക്ക് വേണം, കമൻറ്റ് വേണം, ഹൈപ്പ് വേണം, എല്ലാം വേണം. അത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം അത്രയേ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.